എല്ലാവർക്കും നമസ്കാരം. ഓപ്പൺ ടോക്സിലേക്ക് സ്വാഗതം. ഇതുവരെയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ക്യാൻസർ ഉള്ള രോഗികളുണ്ടെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അവയർനെസ് കൂട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ അവരുടെ കൂടെ വരുന്ന അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ എത്രത്തോളം സ്ട്രെസ്സിലൂടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് പോകുന്നുണ്ടോ അത്രത്തോളം അല്ലെങ്കിൽ അതിലും കൂടുതൽ സ്ട്രെസ്സിലൂടെയാണ് ഒപ്പമുള്ള ഫാമിലി മെമ്പർ കെയർ ഗീവേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഹസ്ബൻഡ് ആവാം, വൈഫാവാം, അമ്മയാവാം, അച്ഛനാവാം, മക്കളാകാം, ചിലപ്പോൾ വേറെ ഗാർഡിയൻസ് ആവാം, വെൽവിഷേഴ്സ് ആവാം. അപ്പോൾ ഒരു ഓൺകോളജി ഒരു ഫാമിലിയൽ ഇഷ്യൂ ആണ്, ഫാമിലി ഇഷ്യൂ ആണ്, അല്ലാതെ ഒരു രോഗി മാത്രമല്ല. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഘടകങ്ങളുണ്ട്. അവരെല്ലാം സ്ട്രെസ്ഡാണ് ഇങ്ങനത്തെ ഒരു അസുഖം വരുമ്പോൾ. എന്തുകൊണ്ടാണിത് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കെയർ ഗീവേഴ്സ് കൊടുക്കുന്ന കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് അതൊരു ഞാനൊരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്രസൻസ് ശാരീരികമായിട്ടുള്ളത് മാത്രമല്ല, മെൻ്റൽ സപ്പോർട്ട്സ് ഓൾസോ ഒരു പേഷ്യൻറ്റിൻ്റെ ഔട്ട്കമ്മിനെ വളരെയധികം ബാധിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന കോൺഫിഡൻസ് അത് ചെറിയ വാക്കിലായിക്കോട്ടെ. ഇപ്പോൾ നിങ്ങൾ ഡോക്ടർ ആവണമെന്നില്ല കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വലിയ വായനശീലമുള്ള ആളാവണമെന്നില്ല, നിങ്ങൾ വലിയ പണ്ഡിതനാവണമെന്നില്ല. പക്ഷേ നിങ്ങളാൽ ചെയ്യുന്ന രീതിയിൽ ആ രോഗി കടന്നു പോകുന്ന മാനസിക സമ്മർദ്ദത്തിൻ്റെ കൂടെ നിൽക്കുകയും അതിൻ്റെ പുറമെ ചെറിയ ചെറിയ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ കുടുംബത്തിൽ സഹായിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നിങ്ങൾ ചെലുത്തുന്നതായിരിക്കും. കാരണം ഈ രോഗി ചികിത്സ എടുക്കുമ്പോൾ വളരെയധികം വലിയ മെൻ്റൽ സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ പണ്ടത്തെ രീതിയിൽ എല്ലാ രീതിയിലും അവർക്ക് എല്ലാത്തിനും ശ്രദ്ധ പുലർത്താൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, ആ ഷൂസിലേക്ക് ഇറങ്ങി ചെല്ലണം. എന്നിട്ട് അവർക്ക് കൂടുതലായിട്ട് എന്തൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ജോലിക്ക് പോകരുത്, അവിടെ എപ്പോഴും 24 മണിക്കൂർ ഇരിക്കണം എന്നുള്ളതല്ല. പക്ഷേ ഒരു കൂടുതൽ സമയം ചിലവഴിക്കുകയും അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ മനസ്സിലാക്കുകയും. അപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 5 മിനിറ്റ് മാത്രമേ ചിലവഴിക്കുന്നുണ്ടാവുള്ളൂ, പക്ഷേ ബാക്കി 24 മണിക്കൂറും നിങ്ങളുടെ കൂടെയാണ് കൂടെയുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഈ മെൻ്റൽ സപ്പോർട്ട്സ് അല്ലെങ്കിൽ കെയർ ഗീവർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് ഔട്ട്കം വളരെയധികം ബെറ്ററായിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് വളരെ പെട്ടെന്ന് കോപ്പപ്പ് ചെയ്യാൻ പറ്റുകയും പേഷ്യൻസിൻ്റെ ഔട്ട്കം വളരെ ബെറ്ററായിട്ടുമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വളരെയധികം ഊന്നൽ കൊടുക്കണം. തിരിച്ചും ഒരു രോഗിയും അവരുടെ കെയർ ഗീവറിന് ഈക്വലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഈക്വലി സ്ട്രെസ്ഡ് ആണ്. നമ്മൾ വിചാരിക്കും അവർക്കൊന്നും ഇല്ലല്ലോ, പിന്നെ അവരെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത്. ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, എല്ലാ തവണയും ആശുപത്രിയിൽ വരുന്നതിനെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ട് വീടിൻ്റെ അന്തരീക്ഷമായിരിക്കാം. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഒരു മെൻ്റൽ സപ്പോർട്ട്സ്, അതിൻ്റെ പുറമെ നമ്മൾ ഡോക്ടറുണ്ട്, അല്ലെങ്കിൽ ആശുപത്രിയിൽ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കെയർ ഗീവർ ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച്, ഒരു രോഗിയെ മാത്രമല്ലാതെ ആ ഫുൾ അന്തരീക്ഷത്തിനെ നമ്മളൊരു കുടക്കീഴിൽ നിർത്തി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും സഹായിക്കാൻ പറ്റിയാൽ അതൊരു വളരെ വലിയ വ്യത്യാസം ക്യാൻസർ ചികിത്സ ഗുണപ്പെടുന്ന രീതിയിൽ വളരെയധികം അതിൽ വ്യത്യാസം വരുത്തുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു.